കിട്ടിയ അടിയിൽ നിന്ന് മുതലെടുപ്പ് നടത്താനാണ് യൂട്യൂബർ ഷാജൻ സ്കറിയ ശ്രമിക്കുന്നതെന്ന് തൊടുപുഴയിലെ പ്രാദേശിക CPM നേതൃത്വം. ഷാജൻ സ്കറിയ വ്യാജ വാർത്ത നൽകി ഉപദ്രവിച്ച ചെറുപ്പക്കാരനാണ് മർദ്ദനത്തിന് പിന്നിലെന്ന് CPM നേതാവ് പറയുന്നു. CPM നേതാവ് ശരത് MS പറഞ്ഞു. ഷാജന് അടി കിട്ടിയതിൽ കേരളക്കരയാകെ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. യൂട്യൂബ് ചാനലിലൂടെ ആർക്കെതിരെയും എന്തും പറയാമെന്ന അവസ്ഥ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. സ്വന്തം ആസനത്തിൽ ആല് മുളച്ചാൽ അത് തണലാക്കുക മാത്രമല്ല, മുളച്ച ആലിന്റെ തടി വിറ്റ് പണം ഉണ്ടാക്കാനും ആല് മുളച്ച ആസനം യൂട്യൂബിൽ വാർത്തയാക്കി വരുമാനം ഉണ്ടാക്കാനും മടിയില്ലാത്തവനാണ് ഷാജൻ സ്കറിയ എന്ന് ഈ കേരളത്തിൽ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കിട്ടിയ അടിയിൽ നിന്നും മുതലെടുപ്പ് നടത്താനാണ് ഷാജൻ സ്കറിയ ശ്രമിക്കുന്നത്. ഇതിനു പിന്നിൽ CPM ആണ്, ഇത് പിണറായി വിജയന്റെ കൊട്ടേഷനാണ് എന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ ഇയാൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, CPM-നോ പിണറായി വിജയനോ ഒന്നും ഒരു എതിരാളിയായി കാണാൻ മാത്രമുള്ള വലിപ്പമൊന്നും ഈ പറയുന്ന ഷാജൻ സ്കറിയയ്ക്കില്ല. മുഹമ്മദ് ആഷിഖ് വിവരണവുമായി ചേരുന്നു. ആഷിഖ്, ആരാണ് ഈ ശരത് MS? ഈ ആക്രമണത്തെ CPM പിന്തുണയ്ക്കുകയാണോ? അജിംസ്, ഷാജൻ സ്കറിയയ്ക്കെതിരെയുള്ള ആക്രമണത്തിന്റെ പേരിൽ CPM-ന് നേരെ കൂടി ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തൊടുപുഴയിലെ CPM പ്രാദേശിക നേതാവായ ശരത് MS ഒരു വീഡിയോ സന്ദേശം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവയ്ക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് CPM-ന്റെ ഒരു നിലപാട് എന്ന നിലയിൽ കൂടിയാണ് അതിനെ കാണേണ്ടത്. ഇത് അടിച്ചത് ശരിയോ തെറ്റോ എന്നുള്ള കാര്യം നിയമപരമായി കാണേണ്ട കാര്യമാണ്. പക്ഷേ ഈ ഷാജൻ സ്കറിയയെ തൊടുപുഴയിൽ വെച്ച് മർദ്ദിച്ചത് ഷാജൻ സ്കറിയ നിരന്തരം വ്യാജ വാർത്തകൾ നൽകി ബുദ്ധിമുട്ടിച്ച ഒരു ചെറുപ്പക്കാരനാണ്. തൊടുപുഴയിൽ ഷാജൻ സ്കറിയ എത്തുകയോ അയാളെ നേരിട്ട് കണ്ടപ്പോൾ അയാൾക്കൊരു ഒരു അടി കൊടുക്കണം എന്ന് ഈ ചെറുപ്പക്കാരന് തോന്നി. അത് ശരിയോ തെറ്റോ എന്നുള്ളത് നിയമപരമായി പരിശോധിക്കണം. പക്ഷേ CPM-ന് നേരെ ഈ ആരോപണങ്ങൾ ഉയരുന്നു. CPM-നോ പിണറായി വിജയനോ ഈ പറയുന്ന ഷാജൻ സ്കറിയ ഒരു ശത്രുവായി പരിഗണിക്കാൻ പോലുമുള്ള ആളല്ല. എന്നാൽ ഈ നിരന്തരം ആളുകൾക്കെതിരെ ഇത്തരം വ്യാജ വാർത്ത പറഞ്ഞ് ആളുകളെ അപമാനിക്കുന്ന തരത്തിലേക്ക് നടപടികൾ സ്വീകരിക്കുന്നത് അനുവദിക്കാൻ കഴിയുമോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ് എന്നടക്കമുള്ള പരാമർശങ്ങൾ ഉൾപ്പെടുന്ന വീഡിയോയാണ് ഇപ്പോൾ ശരത് MS സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ളത്. സോഷ്യൽ മീഡിയ SFI മുൻ SFI ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന ആളാണ്. നിലവിൽ DYFIയുടെ ഭാരവാഹിയാണ്. CPM-ന്റെ ചുമതല വഹിക്കുന്ന ആൾ കൂടിയാണ് ശരത് MS. ഏതായാലും തൊടുപുഴയിലെ CPM ഈ കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുകയാണ്. ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പോലീസും നിയമ സംവിധാനവും പരിശോധിക്കേണ്ടതാണ്. പക്ഷേ ഇത്തരത്തിൽ ഒരു ചെറുപ്പക്കാരനെ നിരന്തരം ഉപദ്രവിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കഥ ഇതിന് പിന്നിലുണ്ട്. അതുകൂടി എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു വിശദീകരണത്തിലേക്ക് CPM കടക്കുകയാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഇല്ല എന്നും ശരത്ത് പറയുന്നുണ്ട്. ഏതായാലും CPM-ന് നേരെ വരുന്ന ആരോപണങ്ങളെ തടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ കൂടിയാണ് ഈ ഘട്ടത്തിൽ ഇത്തരം ഒരു വിശദീകരണ വീഡിയോ CPM പ്രാദേശിക നേതാവ് കൂടിയായ ശരത് MS പങ്കുവയ്ക്കുന്നത്. അജിത്. ശരി ആഷിഖ്.